പയ്യന്നൂരിൽ എക്സ് സർവീസസ് ലീഗ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് KSESL പയ്യന്നൂർ താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. KSESL പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി ചന്ദ്രൻ CK സ്വാഗതവും പ്രസിഡന്റ് രവീന്ദ്രൻ PV അധ്യക്ഷതയും വഹിച്ച പരിപാടി KSESL സ്റ്റേറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ P. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. കുറച്ച് ദിവസം മുമ്പ് തന്നെ എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് എൻഷുർ ചെയ്തു 28-ാം തീയതി ഞാൻ ഫ്രീ ആയിരിക്കണം എന്നുള്ള തരത്തിൽ. അങ്ങനെ എനിക്ക് ഇന്നത്തെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. നല്ലൊരു സ്ട്രെങ്ത് എല്ലാ സദസ്സിലും പോലെ തന്നെ മഹിളകളുടെ സ്ട്രെങ്താണ് വളരെ കൂടുതൽ. അതിന് മഹിളാവിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാനിപ്പോഴും കേരളം മുഴുവൻ എനിക്ക് സഞ്ചരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് പ്രസിഡൻ്റായതിനു ശേഷം എല്ലാ സ്ഥലത്തും എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രെങ്ത് മഹിളകളാണ് നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് പുരുഷന്മാർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷേ അവരുടെ പ്രവർത്തനത്തിന് ഉത്തേജനം നൽകുന്നത് ഈ മഹിളകളുടെ പ്രസൻസിന് പ്രവർത്തനമാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ആദ്യമായി പറയാനുള്ളത് നമ്മുടെ സംഘടനയെ പറ്റിയാണ്. ഈ സംഘടന എന്തിനായിരുന്നു? നമ്മുടെ ഈ സംഘടന കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എന്ന് പറയുന്ന സംഘടന എന്തിനായിരുന്നു? നമ്മുടെ ബൈലോയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സംഘടനയുടെ നമ്മുടെ പ്രവർത്തകരെ നമ്മുടെ മെമ്പർമാരെ എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ്മെൻ എന്ന് പറയുന്ന വിമുക്തപ്പെട്ട സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും അവരുടെ എല്ലാ വിഷമതകളും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇതിന് ചില പോരായ്മകൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഞാൻ പറയാം, തീർച്ചയായും അറിയാം. ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻ്റായതിനു ശേഷം ഏകദേശം 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷം ആവാൻ പോവുകയാണ്. ശരി, ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ എൻ്റെ ഈ പ്രവർത്തനം എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടില്ല. അതിന് കാരണം പലതുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. താലൂക്ക് വൈസ് പ്രസിഡന്റ് സഹദേവൻ K അനുശോചനവും സെക്രട്ടറി ചന്ദ്രൻ CK പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ തമ്പാൻ PV വരവ് ചെലവ് കണക്കും താലൂക്ക് മഹിളാ വിംഗ് സെക്രട്ടറി ലിസി തോമസ് മഹിളാ വിംഗ് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംഘടനാ ഭാരവാഹികളായ വത്സരാജ് മടയമ്പത്ത്, നാരായണൻ പയ്യരട്ട, RK ദാമോദരൻ, രാഘവൻ K, ശാന്തമ്മ ടീച്ചർ, ഭാനുമതി ടീച്ചർ, മിനി വേണുഗോപാൽ, രാധാമണി KV, വാസുദേവൻ PM തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് KSESL മാതൃസംഘടന മഹിളാ വിംഗ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബ്യൂറോ പയ്യന്നൂർ. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു. അത് പറ. ഇപ്രാവശ്യങ്ങൾ വീട് പണി പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചിനി, പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ? ഏത് കുറുമ്പടിയിലെ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.